ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു YRM റിയാക്ഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആനന്ദ് മധുസൂദൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അത്യാവശ്യം സംവിധാനവും രചനയും അതേപോലെ മ്യൂസിക്കും ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു ഒരു മലയാള സിനിമയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ മുഖമുദ്ര പതിപ്പിച്ച ഒരാളാണ് ആനന്ദ് മധുസൂദൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ വെള്ളിത്തിരയിലേക്ക് ആദ്യമായിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ പ്രസൻസോട് കൂടി അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിച്ചുകൊണ്ട് വരുന്ന ഒരു സിനിമയാണ് വിശേഷം എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമ ഈ വരുന്ന മാസം 19-ാം തീയതിയിൽ തിയേറ്ററിലെല്ലാം റിലീസാവുകയാണ്. അപ്പോൾ ആ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ഇന്ന് എൻ്റെ റിയാക്ഷൻ വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നതും അതിനെക്കുറിച്ചിട്ടാണ്. ചിന്നു ചാന്ദിനിയും ആനന്ദ് മധുസൂദനും മുഖ്യ വേഷങ്ങളിലെത്തുന്ന ഫാമിലി കോമഡി ഡ്രാമ ചിത്രം വിശേഷം എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പം അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പറയുമ്പം സുരാജ് ടോമാണ് സംവിധാനം. സ്റ്റെപ്പ് 2 ഫിലിമിൻ്റെ ബാനറിൽ അനി സുരാജ് നിർമ്മിക്കുന്ന ചിത്രത്തിൻ്റെ ടീസറും ഗാനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ മുൻപ് ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ളവയാണ്. ശരിയാണ്, സമൂഹ മാധ്യമങ്ങളിൽ മുൻപ് ഏറെ ശ്രദ്ധ നേടിയിരുന്ന ഒടിമീശ മുളയ്ക്കണ കാലം എന്ന് തുടങ്ങുന്ന ഗാനങ്ങളെല്ലാം വളരെ ശ്രദ്ധയിൽപ്പെട്ട സോങ്. സംവിധായകൻ ആദ്യമായി നായക ചിത്രമിടുന്ന സിനിമയാണ് വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വരുന്ന 19-ാം തീയതിയാണ് ഈ സിനിമ തിയേറ്ററിൽ വ്യാപകമായി ഇറങ്ങുന്നത്. അപ്പം ഓൾ ദി ബെസ്റ്റ്, നല്ലൊരു സിനിമയാകട്ടെ. അപ്പം സിനിമയുടെ വിശേഷങ്ങൾ ഞാൻ പത്രത്തിൽ നിന്ന് കണ്ട ഒരു ന്യൂസാണ് ഞങ്ങളെ വായിച്ചിപ്പിച്ചത്. അപ്പോൾ എന്തായാലും സിനിമ വമ്പനൊരു വിജയമാകട്ടെ. അപ്പോൾ നല്ലൊരു ആക്ടറായിരിക്കും, ഇല്ലെങ്കിൽ പിന്നെ അദ്ദേഹം നേരിട്ട് തന്നെ സിനിമയിലേക്ക് സ്റ്റെപ്പ്. കാരണം കൂടുതലും ഈ ഡയറക്ഷൻ ചെയ്യുന്ന ആളുകൾ കൂടുതലും ഈ സിനിമയ്ക്കകത്തൊക്കെ ഡയറക്ഷൻ ചെയ്യുന്ന ആളുകൾ സിനിമയിൽ അഭിനയിക്കുന്നത് വളരെ കുറവാണ്. ഇപ്പം ലാൽ ജോസ് കൂട്ടുകെട്ടിലൊക്കെ ആണെങ്കിൽ ലാൽ ഒക്കെ അത്യാവശ്യം സംവിധാനം ചെയ്യുന്നതും അഭിനയിക്കുന്ന ആൾക്കാരാണ്. നല്ല ഹെഡ് വോയിസ് ഉള്ള ഒരാളാണ് നമ്മുടെ ലാലിലൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പം ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഇങ്ങനെ സംവിധായകൻ എന്നുള്ള പദവിയെക്കാട്ടിലും കൂടുതലും അഭിനയിച്ചു വരുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഇപ്പം നമ്മുടെ സിനിമ മേഖലയിൽ. അപ്പം ഇദ്ദേഹത്തിൻ്റെ പുതിയൊരു പടമാണ് ഈ പറയുന്ന വിശേഷം എന്ന് പറയുന്ന സിനിമ. മധുസൂദൻ അഭിനയിച്ച പുതിയൊരു സിനിമ. അപ്പോൾ എന്തായാലും ഒത്തിരി വായിച്ചിട്ടുന്നില്ല, നമുക്ക് ആദ്യം ആ ട്രെയിലർ കാണാം. എന്തായാലും കോമഡി എൻ്റർടൈൻമെൻറ്റ് ഫിലിം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമ കാണാം. അതിനുശേഷം ഇത് കണ്ടപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കത് കാണുന്ന ഈ ഒരു ട്രെയിലർ കാണുന്നതിന് മുമ്പായിട്ട് പുതിയ സിനിമാ വിശേഷങ്ങളും സോങ്ങുകളുടെ വിശേഷങ്ങളും സിനിമാ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ ചാനൽ വഴി അറിയാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ സമയം കണ്ടുകൊണ്ട് നമുക്ക് എന്തായാലും ആ ഒരു ട്രെയിലർ കണ്ടിട്ട് വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യാം. അപ്പം ലെറ്റ്സ് ഗോ. പെണ്ണിനിഷ്ടായി ആണല്ലേ? നമ്മളിന്നലെ കാസർഗോഡ് പോയപ്പോ കണ്ട പെണ്ണില്ലേ, ആ പെണ്ണ് വേറെ പയ്യനെ ഇഷ്ടമായി. നീ കെട്ടിക്കോ, എനിക്കൊരു ക്ലയന്റിനെ കിട്ടും. പക്ഷെ നീ കെട്ടിയാ നീ പെടും. നമ്മൾ തമ്മിൽ സെറ്റ് ആവൂല കേട്ടോ, എന്റെ വൈബ്. എന്റെ കരിയറിൽ ഇങ്ങനെ ഡിക്ലൈൻ ഞാൻ കണ്ടിട്ടില്ല. നിനക്ക് ഈ സെക്കൻഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? രണ്ടാം കെട്ട് അടിപൊളി. പേര് സജിത, പോലീസിലാണ്. നിങ്ങൾ തമ്മിൽ ലവ് ഉണ്ടോന്ന്? കല്യാണത്തിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം നടക്കണെന്നറിയോ? വിശേഷം അടുത്ത കാലത്തെങ്ങാനും ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാര് കാണാൻ പറ്റുമോ?
ശരീരം മാത്രം വളർന്നിട്ടുള്ളൂ, മാനസികമായിട്ട് ഈ പയ്യൻ വളർന്നിട്ടില്ല. ഇവിടെ കുറച്ച് മോട്ടിവേഷന്റെ കുറവുണ്ടാ. ഉയരട്ടെ, ഉണരട്ടെ, പറക്കട്ടെ അങ്ങട്. അടിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കട്ടെ. എല്ലാം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നം വല്ലതുണ്ടെങ്കിൽ എല്ലാ തകരാറിലോട്ടാ. ഇനി ആ വാക്ക് വേണ്ടി പോരും. മടുത്തെനിക്ക്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 വർഷമായി. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് വിശേഷം. ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഇത് ഓടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ഒരു വിശേഷമല്ല, ഇത് മറ്റൊരു വിശേഷമാണ്. അപ്പം വിശേഷം എന്ന് പറയുന്ന ട്രെയിലർ ഞാൻ കണ്ടു. ട്രെയിലർ വിശേഷം എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലുള്ള വിശേഷമാണിത് എന്നാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായത്. ഈ ഒരു സിനിമ എന്തായാലും തിയേറ്ററിൽ ഓടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം മധുസൂദൻ്റെയും അതേപോലെ ഈ ചിന്നു ചാന്ദിനിയുടെ അഭിനയം വളരെ രസമാണ് എൻ്റെ അത് കാണാനായിട്ട്. ചിന്നു ചാന്ദിനി ഒരുപാട് തടി വെച്ചു. മുമ്പ് ഇത്ര തടിയില്ല, അദ്ദേഹത്തിന് നല്ലതായിട്ട് തടി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്യാരക്ടറിനെ വായിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനൊരു തടി വെച്ചത് എന്നെനിക്കറിയത്തില്ല. പലരും സിനിമയ്ക്കകത്ത് തടി കൂട്ടിയും തടി കുറയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ആടുജീവിതം ഒക്കെ ഒരു ഭയങ്കര ട്രാൻസ്ഫോർമേഷനാണ്. അപ്പം പൃഥ്വിരാജിൻ്റെ ആ ഒരു എഫർട്ടെല്ലാം നമ്മൾ ആടുജീവിതത്തിൽ നമ്മൾ കണ്ടാണ്. തിയേറ്ററിൽ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ്. ഈ ഒരു ട്രെയിലറിൻ്റെ അകത്ത് എനിക്ക് കാണാൻ കിട്ടിയിരിക്കുന്നത് നമ്മുടെ അൽത്താഫിൻ്റെ ഒരുപാട് സീനുകളുണ്ട്. അതായത് അൽത്താഫാണ് ഇതിലും കൂടുതലും ക്യാരക്ടർ ആയിട്ട് നിൽക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ പ്രസൻസാണ് കൂടുതലും ഞാനത് കണ്ടത്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ മധുസൂദനൻ്റെ ഒരുപാട് രംഗങ്ങൾ ആദ്യം സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഉണ്ട്. അദ്ദേഹത്തിന് പെണ്ണ് കിട്ടാതിരിക്കെ സെക്കൻഡ് ഒരു വിവാഹം കഴിക്കുന്ന ഒരു പോലീസുകാരി. അപ്പം അവർ ജീവിതം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് വിശേഷം, അതായത് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ളൊരു പ്രയത്നം അവർ സ്വമേധയ ഉണ്ടാവാത്തതാണോ അതോ ഈ ഒരു ക്യാരക്ടറിൻ്റെ രീതിയിൽ അവർ കളിച്ചും ചിരിച്ചും ഇതിനെപ്പറ്റി ആലോചിക്കാത്തതാണോ എന്നൊക്കെയുള്ളൊരു ഇത്. പിന്നെ പഴയ കാലത്തെ ചിന്താഗതിയുള്ള ആൾക്കാർ, അതായത് കുഞ്ഞിക്കാല് കാണണം വിശേഷമില്ല, അടുത്ത വീട്ടിൽ അമ്മച്ചിമാർ, കുടുംബത്തുള്ളവർ, കുടുംബത്തില്ലാത്ത വെളിയിൽ നിന്നുള്ള കുറേ പുറം പോക്ക് ടീമുകൾ, അങ്ങനെ എല്ലാം ചോദിക്കും വിശേഷമുണ്ടോ, വിശേഷമായോ. അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ വിശേഷമാകാത്തതുകൊണ്ട്, കുഞ്ഞിക്കാര് കാണാത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നമ്മുടെ കുടുംബത്തുള്ള ആ ദമ്പതികൾക്കല്ല. ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറയുന്നത് ഈ സൊസൈറ്റിയിലുള്ള കുറേ ഈ ഞരമ്പുകളുണ്ട്. അത് എല്ലാവരും പെടും, ആണും പെണ്ണൊന്നുമില്ല, എല്ലാവരും. അത് ഈ ചൊറിയുന്ന ആൾക്കാർ കുറേ ഉണ്ട്, അവരെല്ലാം അതിനകത്ത് വിടും. അപ്പോൾ അങ്ങനെയുള്ള കുറേ ടീമുകൾ. അപ്പോൾ അവർക്കെല്ലാം കൂടെ വെച്ചൊരു അടിച്ചു കൊടുക്കുന്നതിനുള്ളൊരു സിനിമയാവാനാണ് സാധ്യത. അപ്പം എന്തായാലും സിനിമ കൊള്ളാം. സിനിമയുടെ സിനിമയുടെ ടീസർ കണ്ടു, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എന്തായാലും ഒത്തിരി വെച്ച് കിട്ടുന്നില്ല, ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസാണ്. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് അതാത് സമയത്ത് എത്തിച്ചേരുന്നതായിരിക്കും. പുതിയ സിനിമയുടെ വിശേഷങ്ങളും പുതിയ സോങ്ങുകളും അതേപോലെ പഴയ സോങ്ങുകളും ഇഷ്ടപ്പെട്ട ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ ചാനൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് എത്താനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത്രമാത്രം. പിന്നെ നിങ്ങൾക്ക് ചാനൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ സർ, താങ്ക് യു ഫോർ വാച്ചിങ് IRM റിയാക്ഷൻ യൂട്യൂബ് ചാനൽ. ഗുഡ് ബൈ.